ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നവ്യ ജലജയോട് പറയുന്നുണ്ട്, അയാൾ ഇതുപോലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും വെറുക്കപ്പെടേണ്ട ആൾ തന്നെയാണ് അയാൾ. അത് ആദർശിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അന്നേരം ജലജ പറയുന്നുണ്ട്, അവനെ ഇത്ര നാൾ എല്ലാവരും പൊക്കി വെച്ചുകൊണ്ട് നടക്കുകയല്ലായിരുന്നോ, ഇപ്പോഴാണ് അവൻ്റെ ശരിയായ സ്വഭാവ ഗുണം പുറത്തേക്ക് വന്നത്. ഏതായാലും നിൻ്റെ കൊച്ചങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആ കൊച്ച വീട്ടിൽ കയറിക്കൂടി. ആ കുടുംബത്തിലെ ചോര ആയതുകൊണ്ട് തന്നെ എല്ലാവരും ആ പെൺകൊച്ചിനെ പൊക്കിക്കൊണ്ടാണ് നടക്കുന്നത് ഇപ്പം. അതുപോലെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആ കൊച്ചിനെ എത്രത്തോളം ഇഷ്ടമാണെന്ന് നിനക്കറിയാമോ? അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ ആ കുടുംബത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കണം നവ്യേ. എങ്കിലേ നിൻ്റെ കൊച്ചിന് അതിൻ്റേതായ പ്രാധാന്യം ആ കുടുംബത്തിൽ കിട്ടുള്ളൂ എന്ന് പറയും. അന്നേരമാണെങ്കിൽ നവ്യ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം ജലജ വീണ്ടും പറയാണ്, എനിക്കൊട്ടും മനസ്സിലാകാത്തത് നിൻ്റെ അനിയത്തിയുടെ സ്വഭാവമാണ്. അവൾ എന്തിനാ അതിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, അതാ ഞാനും ചിന്തിക്കുന്നത്, അവൾക്കിത് എന്തിൻ്റെ കേടാ എന്ന് പറയുമ്പോൾ എന്ന് ചോദിക്കുമ്പോഴേക്കും ജലജ പറയാണ്, ഏതായാലും നൂലുകെട്ടിന് അവൾ ഇങ്ങോട്ട് വരുമല്ലോ, നീ ചോദിക്കുക എന്താണ് അവളുടെ ഉദ്ദേശമെന്ന്. അങ്ങനെ ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടാൻ നോക്ക്, എങ്കിലേ നിനക്ക് നിൻ്റെ കുഞ്ഞിനും ആ വീട്ടിലൊരു സ്ഥാനം കിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അത്യാവശ്യം പിരികേറ്റി വിടുന്നുണ്ട് നവ്യനെ. പിന്നെ കാണിക്കുന്നത് അനാമികയാണ്. അനാമികയെ കാണുമ്പോൾ നമ്മുടെ ആദർശിന് ഒന്ന് ഉപദേശിച്ചാൽ കൊള്ളാം എന്നൊരു തോന്നൽ. ഏതായാലും അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അനാമികയോട് പറയുവാണ്, അനാമിക, ഏതായാലും എനിക്കിപ്പോൾ ഞങ്ങൾ ഒരു 3 ബ്രാഞ്ച് നോക്കാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ തിരക്കുകളും പ്രഷറും ഒക്കെ അവനുണ്ട്. അപ്പോൾ മനസ്സമാധാനം കൂടെ കിട്ടിയാലേ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് അവന് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നയന എൻ്റെ കൂടെ ജ്വല്ലറിയിലേക്ക് വരുന്നത് പോലെ അനാമികയും അവൻ്റെ കൂടെ പൊയ്ക്കൂടെ എന്ന് ഇങ്ങനെ ചോദിക്കും. അന്നേരം അനാമിക പറയുന്നുണ്ട്, അതൊന്നും അവന് ഇഷ്ടമല്ല. അപ്പോൾ ആദർശ് പറയും, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്തണം, എന്നിട്ട് അവൻ്റെ കൂടെ പോകുകയും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇവിടെ തന്നെ അവന് സഹിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ജ്വല്ലറിയിലൂടെ വന്നിട്ട് അവിടെ കൂടെ കിടന്ന് അടിയുണ്ടാക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലെന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അനാമികയുടെ കുറച്ച് ഫോട്ടോസൊക്കെ അവൻ എന്നെ കാണിച്ചായിരുന്നു, അതൊക്കെ തെറ്റല്ലേ? അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവന് ദേഷ്യം തോന്നലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, പിന്നെ അവൻ എന്താ ചെയ്യുന്നത്? അവൻ നന്ദുവിൻ്റെ പുറകെ നടക്കുകയില്ലേ, അപ്പോൾ എനിക്കിങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ ആദർശ് ചോദിക്കും, അവൻ അങ്ങനെ നടക്കുന്നതിൻ്റെ പ്രതികാരത്തിനാണോ അനാമിക ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ, ഇപ്പം അവനോടുള്ള പ്രതികാരം കൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പണ്ടുള്ള പെൺകുട്ടികളെ പോലെ അല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ. ഇങ്ങോട്ടൊരടി കിട്ടിയിട്ടുണ്ടെങ്കിലേ അങ്ങോട്ട് 2 കൊടുക്കും, അതാണ് ശീലം എന്ന് പറയും. എന്നിട്ട് ആദർശനോട് ചോദിക്കുകയാണ്, അതല്ല, ഇതൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിക്കാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം, അല്ലെങ്കിൽ എന്താണ് അവകാശം? ഒരാളെ ഉപദേശിക്കുമ്പോൾ അതിനുള്ള യോഗ്യത ഉപദേശിക്കുന്ന ആൾക്കും കാണണം. നിങ്ങൾക്കതില്ല. നിങ്ങളുടെ മൂർത്തി മുത്തച്ഛന് മാത്രമേ പാരമ്പര്യവും നല്ല സ്വഭാവവും ഒക്കെ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളെല്ലാം കണക്കാ. പിന്നെ അതിനകത്ത് ഇത്തിരിയെങ്കിലും ഭേദമുള്ളത് അഭിയേട്ടൻ മാത്രമാണ്. നിങ്ങളെ കണ്ടല്ലേ നിങ്ങളുടെ അനിയൻ പഠിച്ചത്. നിങ്ങളെ റോൾ മോഡലാക്കിയത് അവൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അവനും ചീത്തയായി പോയതെന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതം നേരെയാക്കാൻ വേണ്ടി ഉപദേശിക്കുമെന്ന് എൻ്റെ വായ അടുപ്പിക്കാൻ വേണ്ടിയാണോ അനാമികയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ വായ അടുപ്പിക്കാൻ വേണ്ടിയല്ല, ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പ് ഇങ്ങോട്ട് വരാൻ അനാമികയ്ക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ എന്ന്. അന്നേരത്തിന് അനാമിക പറയും, അതൊക്കെ നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. എനിക്ക് അനിയുടെ കവിത ഇഷ്ടമായിരുന്നു. അതിനുശേഷം അവൻ എൻ്റെ പുറകെയാണ് നടന്നത്. പിന്നെ ഇവിടെ വന്ന് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കണ്ടപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയും കണ്ടപ്പോൾ എല്ലാവർക്കും തറവാടത്തവും നല്ല സ്വഭാവമൊക്കെ ഉണ്ട് എന്ന് എനിക്ക് ഒരു തോന്നലുണ്ടായിപ്പോയി. പക്ഷേ അത് തെറ്റിദ്ധാരണയായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. മുത്തശ്ശനെ മാത്രമേ അങ്ങനെയുള്ള സ്വഭാവമുള്ളൂ, ബാക്കി എല്ലാം കണക്കാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, നിങ്ങളെന്നെ ഉപദേശിക്കാൻ വരണ്ട. കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് അത് മറച്ചു വെച്ച് നടന്ന് നിങ്ങൾക്കെന്നെ ഉപദേശിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോകുന്നു. ആദർശിന് അത്യാവശ്യം വയറ് നിറഞ്ഞു ഉപദേശിക്കാൻ ചെന്നതുകൊണ്ട് തന്നെ. അത് കഴിഞ്ഞ് അനാമിക നേരെ നയനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് നയനയോടും പറയുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവിനോട് എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ കാരണം അങ്ങയുടെ സ്വഭാവ ഗുണം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം എന്താണ് ചെയ്തു വെച്ചേക്കുന്നത് എന്ന്. എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ വരണ്ട. അയാളെ റോൾ മോഡലാക്കാൻ എൻ്റെ ഭർത്താവ് ആ രീതിയിൽ തന്നെ ആയിപ്പോയി, അതുകൊണ്ട് ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞു തരിക എന്ന് പറയും. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, അവനിപ്പോൾ എന്താ സംഭവിച്ചത് എന്ന്. അന്നേരം അനാമിക പറയും, നിങ്ങളുടെ കുടുംബക്കാർ മൊത്തം കാശിൻ്റെ പുറകെ നടക്കുന്നവരാ. അതുകൊണ്ട് നിങ്ങളുടെ അനിയത്തി ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ കയറ്റിക്കൊണ്ട് വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്.
അതുകൊണ്ടാണല്ലോ അനിയും അങ്ങനെയായി പോയത്. അതുകൊണ്ട് ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന എന്നെ ഉപദേശിക്കാനായിട്ട് വരണ്ട. നിങ്ങൾക്ക് പണമാണ് മുഖ്യം എന്നും എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടുന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയേനെ. അവനെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആദർശ് എടുത്ത് തന്ന വീട്ടിലാണ് നിങ്ങൾ ആദർശേട്ടൻ എടുത്ത് തന്ന വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ആദർശ് ധീരനായ ആദർശേട്ടൻ ആ വീട്ടിൽ നിന്ന് നിങ്ങളെ ഇറക്കി വിടും. ഇതെല്ലാം കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിയല്ലേ ആ കുഞ്ഞിനെ സഹിച്ച് നീ ഇവിടെ കഴിയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നയന പറയും, ഞാൻ സഹിച്ചൊന്നുമല്ല, സ്നേഹിച്ചാണ് കഴിയുന്നത് എന്ന് പറയുമ്പോൾ, നീ സ്നേഹിച്ചോ, പക്ഷേ എന്നെ ഉപദേശിക്കാനായിട്ടൊന്നും വരണ്ട എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോവാട്ടോ. അപ്പോൾ നവിക്കും വയറ് നിറച്ചങ്ങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് ജലജയാണ്. ജലജയാണെങ്കിൽ കനകയുടെ അടുക്കളയിൽ കയറി നവിക്ക് വേണ്ടി എന്തൊക്കെയോ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അങ്ങോട്ട് കനക വരുന്നുണ്ട്. അന്നേരം കനകയോട് ജലജ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നയനയ്ക്ക് പ്രത്യേകിച്ച് കുഞ്ഞുണ്ടായില്ലെങ്കിലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കോളും എന്ന് പറയുമ്പോൾ കനക പറയും, അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, അല്ല അബിയുടെ കൊച്ചിനെയൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നയനയും അവൾക്ക് ആദർശിൻ്റെ ഒരു കുട്ടിയും വേണം, അല്ലാതെ അവൾക്ക് മുന്നോട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാകും എന്ന് പറയുമ്പോൾ ഇങ്ങനെ ജലജ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ആദർശിൻ്റെ കുട്ടിയൊക്കെ ആ വീട്ടിൽ വന്ന് കയറി, പ്രത്യേകിച്ച് നിൻ്റെ മോൾക്കൊരു കുഞ്ഞിൻ്റെ ആവശ്യം ഉണ്ടാകിയില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അന്നേരം കനക ആദർശിനെ ഇങ്ങനെ പൊക്കി പറയുന്നുണ്ട്, ആദർശിന് ശരിക്കും മുത്തശ്ശനെ അതേ സ്വഭാവമാണ്, ആ രീതിയിൽ ഒരു കൊച്ചുമോന് കിട്ടിയതിൽ മുത്തശ്ശനും ഭാഗ്യവാനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കനക ഇങ്ങനെ കുറേ പൊക്കി അടിക്കുന്നുണ്ട് ആദർശിനെ. അന്നേരം ജലജ മനസ്സിൽ ഓർക്കുന്നുണ്ട്, അവന് കൊടുത്ത സ്വാതന്ത്ര്യമോ അധികാരമോ ഒക്കെ ഇത്തിരി കൂടിപ്പോയി, അതിന് അവനിപ്പോൾ കാണിച്ചു വെച്ചേക്കുന്നത് എന്ന് ജലജ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശനെയാണ്. ആദർശാണെങ്കിൽ ഓഫീസിലിരിക്കുകയാണ്. അന്നേരം നയന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പച്ചി വീട്ടിലോട്ട് പോയിട്ടുണ്ട്, എൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്, ഇനി അവിടെ പോയി എന്തൊക്കെ പറയുമെന്ന് അറിയില്ല, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എന്തൊക്കെ ചിന്തിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആരാ എന്ത് ചിന്തിച്ചാലും എന്ത് കഥയുണ്ടാക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ എന്നെ വിശ്വസിക്കൂ എന്നായിരുന്നു എൻ്റെ ടെൻഷൻ, അത് മാറിക്കിട്ടിയ. അതുപോലെ അമ്മയും എന്നോടൊപ്പം നിൽക്കുമെന്ന് കരുതി, പക്ഷേ അമ്മ എന്നെ തെറ്റിദ്ധരിച്ചു, എനിക്ക് നല്ല വിഷമമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമോ. നേരം നയന് പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടനെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. വീട്ടിൽ അപ്പച്ചിയും അതുപോലെ അനാമികയും ഒക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നത് പലപ്പോഴും പ്രതികരിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്, പക്ഷേ പ്രതികരിക്കാൻ പറ്റാറില്ല, പിടിച്ചു നിൽക്കുവാണ് ഞാൻ, അതുകൊണ്ട് ഇത് എനിക്ക് സത്യം തെളിയിക്കണം എന്നിങ്ങനെ പറയുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, DNA ടെസ്റ്റ് റിസൾട്ട് വന്നില്ലല്ലോ, വന്നിട്ട് നമുക്ക് നോക്കാം ഈ കേസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമുക്ക് തീരുമാനിക്കാം എന്നിങ്ങനെ പറയുക. അന്നേരം നയന പറയുന്നുണ്ട്, ഇപ്പോൾ DNA ടെസ്റ്റ് റിസൾട്ട് എന്താണെങ്കിലും ചന്തുമോൾ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനൊന്നും പറ്റില്ല, കാരണം അവളെ ഞാൻ അത്രത്തോളം സ്നേഹിച്ചു തുടങ്ങി എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, മോളോടുള്ള ദേഷ്യമൊക്കെ എനിക്ക് കുറഞ്ഞു തുടങ്ങി, എങ്കിലും എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിച്ചേ പറ്റത്തുള്ളൂ, എന്നെ ഈ ചതിയിൽപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് തല ഉയർത്തി പിടിച്ച് നിന്ന് കാര്യങ്ങൾ പറയണം, അതിനുവേണ്ടി ഇത് തെളിയിക്കണം, എങ്ങനെയെങ്കിലും റിസൾട്ട് വരട്ടെ എന്നിങ്ങനെ പറയുക. അന്നേരത്തേനും നയന പറയുന്നുണ്ട്, ഏതായാലും ഇതൊക്കെ ആദർശിൻ്റെ തലയിലിട്ടത് അബിയാണോ എന്ന് അറിയണോ എങ്കിൽ അവനെപ്പോലെ ഒരു ദുഷ്ടൻ വേറെ കാണില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇതിനു മുമ്പ് അവൻ ചെയ്ത പല ചതികളും എനിക്കറിയാം, അത് മുത്തശ്ശനും അറിയാവുന്നതാണ്, അന്ന് അവിടെ ചന്തുള്ള വീട്ടിലേക്ക് ഞങ്ങൾ ചെന്ന ദിവസം ഒരു മരണവീട് പോലെയായിരുന്നു, അന്ന് അബി അവിടെ കാണിച്ച ഡ്രാമയൊക്കെ എനിക്ക് മുത്തശ്ശന് നല്ല ഓർമ്മയുണ്ട്, അതുകൊണ്ട് തന്നെ ഈ തെറ്റ് ചെയ്തത് അവനാണ് എങ്കിൽ അനന്തപുരി തറവാടിൻ്റെ ശാപമാണ് അവനും അവൻ്റെ അമ്മയും, അങ്ങനെ തന്നെ തീരുമാനിക്കേണ്ടി വരും എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. അനിക്ക് നന്ദുവിനെ ഫോൺ വിളിക്കാൻ പറ്റുന്നില്ലല്ലോ, നന്ദു തിരിച്ചു വിളിച്ചപ്പോൾ അനാമിക്ക് എടുക്കുകയും ചെയ്തു, അതിൻ്റെ സങ്കടമാണ്. സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് കൂട്ടുകാരിയെ വിളിക്കുമ്പോൾ കൂട്ടുകാരനായതുകൊണ്ട് എടുക്കുന്നുണ്ട്. നന്ദു എന്നിട്ട് സംസാരിക്കും, എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും, ഓ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ, ട്രെയിനർ അത്ര പോരെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരത്തേക്കും അനി ഫോൺ മേടിക്കും, എന്നിട്ട് സംസാരിക്കുകയാണ്, എടി നീ വിളിച്ചപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല, അനാമികയാണ് എടുത്തത്, അവൾ നിന്നെ ചീത്ത പറഞ്ഞു കാണുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്കൊരു കുടുംബകലകം ഉണ്ടാക്കാനായിട്ട് ഇഷ്ടമില്ല, അതുകൊണ്ട് എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അന്നേരം പറഞ്ഞതല്ലായിരുന്നോ എനിക്ക് നിന്നെ വിളിക്കാതിരിക്കാനായിട്ടൊന്നും അങ്ങനെയൊന്നും മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല എന്ന്, അതുകൊണ്ട് ഞാൻ ഇനിയും വിളിക്കുമെന്ന് പറയുമ്പോൾ, വേണ്ട അനി, അതിൻ്റെ ആവശ്യമില്ല, ഏതായാലും ഞാൻ ഫോൺ വെക്കും എന്ന് പറഞ്ഞ് ഫോൺ വെക്കും. അന്നേരം എനിക്ക് ആകെ സങ്കടമാകും. അന്നേരം കൂട്ടുകാർ പറയുന്നുണ്ട്, എടാ എന്തൊക്കെ റിസ്ക് എടുത്താലായാലും നീ നന്ദുവിനെ തന്നെ വിവാഹം കഴിക്കണം,
കാരണം അന്ന് പാർക്കിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രയ്ക്ക് നെറുകേട് കാണിക്കുന്ന അനാമിക നീ തലയിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അനിയുടെ കൂടെ കൂടുന്നുണ്ട് കേട്ടോ കൂട്ടുകാർ. എന്നിട്ട് അനി പറയും, അവളോടൊന്ന് ശരിക്കും സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, അവളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഇടിച്ചു കയറി ചെല്ലേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ കൂട്ടുകാരും ചോദിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനി ഈ പ്രശ്നത്തിൽ നമ്മുടെ ആദർശിൻ്റെ കൂടെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, നമ്മുടെ ജയനും അതുപോലെ തന്നെ അജയനും ഒക്കെ. പക്ഷേ ദേവയാനി സമ്മതിക്കുന്നില്ല. ആദർശ് തെറ്റ് ചെയ്തു എന്ന് തന്നെയാണ് ദേവയാനി പറയുന്നത്. അന്നേരം ജയൻ പറയുന്നുണ്ട്, അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അച്ഛന് ബോധ്യമുള്ളത് കൊണ്ടാണ് അച്ഛൻ അവനോടൊപ്പം നിൽക്കുന്നത്. പണ്ടത്തെ രീതിയിലായിരുന്നെങ്കിൽ ആദർശ് ഇപ്പോൾ ഈ വീടിന് പുറത്തായേനെ, അതുകൊണ്ട് തന്നെ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ജയൻ. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നുമല്ല, അച്ഛന് വലിയൊരു അസുഖമുണ്ട്, അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും പ്രത്യേകിച്ച് ഇടപെടാറില്ല. പണ്ട് 10 മണി കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് ആർക്കും കയറി വരാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ആ അവസ്ഥയിൽ ആർക്കെപ്പോൾ വേണമെങ്കിലും വരാം, പോകാം, ഒക്കെ ചെയ്യാം. അങ്ങനെയുള്ളൊരു നിയമങ്ങളും അച്ഛൻ വെക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഇപ്പോൾ ആദർശിൻ്റെ കാര്യത്തിൽ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പറയാത്തത് എന്നൊക്കെ പറയുവാണ് ദേവയാനി. അപ്പോഴേക്കും അജയൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, അവൻ ഒരിക്കലും തെറ്റ് ചെയ്യുകയില്ല. അങ്ങനെ തെറ്റ് ചെയ്തെങ്കിൽ അവൻ നയനയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ദേവയാനി പറയുക, ആ വിവാഹം എങ്ങനെയാണ് നടന്നത് എന്നൊക്കെ നമുക്കറിയാലോ, അതുകൊണ്ട് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ ദേവയാനി പറയുന്നു. അന്നേരം അജയൻ പറയുന്നുണ്ട്, ആ കൊച്ചിൻ്റെ കാര്യം സങ്കടം, പാവമുണ്ട് അതിൻ്റെ കാര്യം എന്ന് ഇങ്ങനെ പറയുമ്പോൾ ജയൻ പറയും, ഈ ദേഷ്യമൊന്നും നീ ആ കൊച്ചിനോട് കാണിക്കരുത് കേട്ടോ, ആ കൊച്ച് എന്ത് തെറ്റാ ചെയ്തത് എന്നങ്ങനെ ചോദിക്കും. അപ്പോൾ ദേവയാനി പറയും, ഞാൻ ആ കുഞ്ഞിനെ ഒരുപാട് സ്നേഹിച്ചായിരുന്നു, പക്ഷേ ഈ കാര്യം അറിഞ്ഞതിന് ശേഷം എനിക്കതിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഇനി ഞാൻ സ്നേഹിക്കുകയില്ല എന്ന് പറയും. അപ്പോൾ ഇതാ സ്റ്റെയറിൽ നിന്നുകൊണ്ട് മോൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മോൾക്കാകെ വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നാളെ എന്താ നടക്കുന്നത് നമുക്ക് നോക്കി കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.